ഇത് കോത്തായിമുക്ക് കവല, പഴയ മുക്കല്ല. പയ്യന്നൂരിലേക്കുള്ള പ്രധാന പ്രവേശന കവാടം, അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന ജംഗ്ഷൻ. എന്നാൽ ഇവിടുത്തെ അപായ കാഴ്ചകൾ ഇങ്ങനെയാണ്. പയ്യന്നൂരിൽ നിന്ന് കാഞ്ഞങ്ങാട് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ സാധാരണ ഇടതുവശം ചേർന്നു പോകണം. എന്നാൽ ഇതാ കോത്തായിമുക്കിൽ വാഹനങ്ങൾ ഇടത്തുനിന്ന് വലത്തോട്ടേക്ക് ഒറ്റക്കയറ്റമാണ്. വലതുഭാഗത്തു കൂടി എതിരെ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഈ ട്രപ്പീസ് സ്വപ്നം കാണാൻ പോലും പറ്റില്ല. വാഹനങ്ങളുടെ മുട്ടലും ഉരസലും ഇവിടെ തുടർക്കഥ. കാരണം എന്താണെന്നല്ലേ? വർഷങ്ങൾക്ക് മുൻപ് ഈ ജംഗ്ഷൻ ഒരു അപകട കവലയായിരുന്നു. ടാങ്കർ ലോറി സ്ഥിരമായി മറിയുന്ന സ്ഥലം. കിഴക്ക് ഭാഗത്തെ ബസ് സ്റ്റോപ്പ് 3 തവണയാണ് ലോറി തകർത്തത്. ഒരാൾ മരണപ്പെടുകയും ചെയ്തു. ബമ്പുടെ മുമ്പുണ്ടായ ബമ്പാണ്, നല്ല വലിയ വലിയ ഉയരത്തിലുണ്ടായ ബമ്പാണ്. അതിപ്പോൾ ഈ പുതിയ നാഷണൽ ഹൈവേൻ്റെ ഭാഗമായിട്ട് പുതിയ ഹെവി ട്രക്ക് വന്ന് അവിടെ വലിയൊരു കുഴിയുണ്ടായി. അത് അവരെന്നെ അതിൽ മെറ്റലിലിട്ട് നിറച്ചതിന് ശേഷമാണ് അത് അപ്രത്യക്ഷമായത്. ഇപ്പോൾ ആ ഡിവൈഡർ ഇല്ലാത്തത് കൊണ്ട് ആ ബമ്പില്ലാത്തത് കൊണ്ട് അവിടെ പല സമയത്തും ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്, ചെറിയ ചെറിയ ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇതോടെ നാട്ടുകാരിടപെട്ട് മുക്ക് കവലയിൽ റോഡിൽ ഹമ്പ് സ്ഥാപിച്ചു. വേഗത കുറക്കലായിരുന്നു ലക്ഷ്യം. അതുവഴി അപകടം ഒഴിവാക്കലും. രണ്ടും ഫലം കണ്ടു. പക്ഷേ ഏതാനും മാസങ്ങൾക്ക് മുൻപ് റോഡ് അറ്റകുറ്റപ്പണി രാത്രിയിൽ നടത്തിയപ്പോൾ റോഡിന്റെ പകുതി ഭാഗത്തെ ഹമ്പ് അപ്രത്യക്ഷമായി. കരാറുകാരന്റെ കൊള്ളരുതായ്മ, NH ഉദ്യോഗസ്ഥരുടെ കൂട്ടുനിൽക്കൽ, കാട്ടിലെ തടി തേവരുടെ ആന, വലിയടാ വലി. ഈ പ്രശ്നവുമായി ഇപ്പോൾ NH ഓഫീസിൽ പോകാമെന്ന് കരുതിയാൽ പയ്യന്നൂരിലെ NH ഓഫീസ് എന്നേ പൂട്ടി. തളിപ്പറമ്പിലുണ്ടോ? ഇല്ല. കണ്ണൂരിലുണ്ടോ? അറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ അവർ നിർദ്ദിഷ്ട ദേശീയപാത മാത്രം നോക്കുന്നവർ. പുറമ്പോക്കുകാർക്കുള്ള പരിഗണന പോലും പോയാൽ കിട്ടില്ല. ആരെങ്കിലും ഇതിൽ ഇടപെട്ടേ പറ്റൂ. ഒന്നുകിൽ ഹമ്പ് പുനഃസ്ഥാപിക്കുക, അല്ലെങ്കിൽ പൂർണ്ണമായും ഒഴിവാക്കുക. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്.